ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. സമൂച്ചീസിൽ ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാലഡിൻ്റെ റെസിപ്പി ആയിട്ടോ ചെയ്യണേ. ഇത് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാലഡാണ്. ഒരു നേരത്തെ ഫുഡായിട്ട് ഇത് കഴിക്കാവുന്നതാണ്. അതിനുവേണ്ടി ഞാനിവിടെ 2 കുക്കുംബർ എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഒരു സവോള, ഒരു ക്യാരറ്റ്, അല്പം സ്പ്രിംഗ് ഓണിയന്, അല്പം മല്ലിയില, പിന്നെ ഒരു ഗ്രീൻ ആപ്പിൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടു, ഈ ഗ്രീൻ ആപ്പിൾ വെച്ചിട്ട് ഒരു പച്ചടി ഞാൻ ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. പിന്നെ ഞാൻ ഈ സാലഡിന് വേണ്ടി എടുത്തിരിക്കുന്നത് 1 കപ്പ് സ്വീറ്റ് കോൺ ആണ്. അത് ബോയിൽ ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു 10-20 ഒലീവ്സ് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഒലീവ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നാരങ്ങയുടെ നീര്, അല്പം ഉപ്പ്. ആദ്യം ഈ വെജിറ്റബിൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ ഹെൽത്തി ഈസി സാലഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. എടുത്തിരുന്ന വെജിറ്റബിളും ആപ്പിളും എല്ലാം ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. സാലഡ് മിക്സ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പാത്രം എടുത്ത് വയ്ക്കുക. അതിനകത്തേക്ക് നമുക്ക് ആദ്യം കോൺ ഇട്ട് കൊടുക്കാം. എടുത്തു വച്ചിരുന്ന കോണാണ് ഇന്നത്തെ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എടുത്തു വച്ചിരുന്ന ആപ്പിള്, ഇതും ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, കോൺ ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ വെജിറ്റബിൾ എല്ലാം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. ഇനി എടുത്തു വച്ചിരുന്ന കുക്കുംബർ, തക്കാളി, സവോള, ഒലീവ്സ്. ഇതൊന്ന് മുറിച്ചിട്ട് കൊടുക്കേണ്ടതാകട്ടോ, പക്ഷേ ഞാൻ മുറിക്കാൻ മറന്നുപോയി. ഞാനൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം. ഒലീവ്സ് ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുത്ത് കേട്ടോ, അത് ഇതിനകത്തേക്ക് ചേർക്കാൻ പോവുകയാണ്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ക്യാപ്സിക്കം ചെറുതായി മുറിച്ചത്, സ്പ്രിംഗ് ഓണിയനും മല്ലിയിലയും അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത്, ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, നാരങ്ങ നീരെടുത്ത് വെച്ചിരുന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു പിഞ്ച് പഞ്ചസാരയും കൂടെ ചേർക്കാം, ഒരു പിഞ്ച് പഞ്ചസാര. ഇനി ഇതിൻ്റെ കൂടെ ഒലീവ് ഓയിൽ വേണേൽ ചേർക്കാൻ കേട്ടോ, പക്ഷേ ഇവിടെ അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കി. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഉപ്പും കുരുമുളക് പൊടിയും നാരങ്ങാ നീരും ഈ വെജിറ്റബിളുമായിട്ട് നന്നായിട്ട് മിക്സ് ആകണം. അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും വെജിറ്റബിൾ ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾ നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റിയ വെജിറ്റബിൾ ഉണ്ടോ, സാലഡ് ഉണ്ടാക്കാൻ പറ്റിയ വെജിറ്റബിൾ ഉണ്ടോ, അതെല്ലാം ഇതിനകത്ത് ചേർക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ്. ഇത്രയും മതി. നമുക്കിനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സാലഡ് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഡയറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാലഡാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്